ഇന്ന് ഞാൻ കരുതി എന്നെ 36 മാർക്കിൽ നിന്ന് 77 മാർക്കിലോട്ട് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന്. എനിക്ക് തോന്നുന്നു ഇത് ബിഗിനേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന്. ഇതിപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സിലബസാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇതൊരു എക്സാമ്പിൾ ആക്കി പറയുവാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഹിസ്റ്ററിക്ക് 10 മാർക്കുണ്ട്. പക്ഷെ നമുക്ക് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി ഇങ്ങനെ 3 എണ്ണം പഠിക്കണം. പക്ഷെ 10 മാർക്കുണ്ട്. അതേസമയം ഇപ്പം നമ്മൾ ജോഗ്രഫി നോക്കുകയാണെങ്കിൽ എഗെയിൻ നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ വേൾഡ് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി ഈ 3ഉം കൂടെ പഠിച്ചാലേ നമുക്ക് 5 മാർക്ക് കിട്ടത്തുള്ളൂ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹിസ്റ്ററിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം. ബിക്കോസ് ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടായിരിക്കും. എനിക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ എപ്പോഴും ജോഗ്രഫി എനിക്ക് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. നമ്മളിപ്പോൾ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ എന്ന് പറയൂലേ, ഞാനിടുന്ന അത്ര ഒരു ഇൻപുട്ടിൻ്റെ ഒരു ഔട്ട്പുട്ട് എനിക്ക് ഒരിക്കലും ജോഗ്രഫിക്ക് കിട്ടാറില്ല. പക്ഷേ ഹിസ്റ്ററിക്ക് അങ്ങനെയല്ല, എനിക്കതിന് കമ്പാരിറ്റീവ്ലി റിസൾട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യാറ് ഹിസ്റ്ററിയുടെ 10 മാർക്ക് മേടിക്കുക എന്നുള്ളതിലാണ്. ഇപ്പം നിങ്ങൾക്ക് ജോഗ്രഫി എളുപ്പമാണെങ്കിൽ നിങ്ങൾക്ക് ജോഗ്രഫി പഠിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ജോഗ്രഫി ഞാൻ പഠിക്കാറില്ലെന്നല്ല, പക്ഷേ 5 മാർക്കിൽ നമുക്ക് അത്യാവശ്യം ഒന്ന് നമ്മൾ ഫോക്കസ്ഡ് ഏരിയ നോക്കി പഠിക്കുവാണെങ്കിൽ നമുക്കൊരു 3 മാർക്കോളമൊക്കെ കിട്ടും. ദാറ്റ്സ് ഫെയർ ഇനഫ്. പിന്നെ അടുത്തത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് 5 മാർക്കേ ഉള്ളൂ. പക്ഷേ 5 മാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറച്ച് സിലബസ് മാത്രമേ കമ്പയറിങ് ടു ജോഗ്രഫി ആൻഡ് ഹിസ്റ്ററി പഠിക്കാനുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് സിലബസ് പഠിച്ചാൽ തന്നെ നമുക്ക് 5 മാർക്ക് കിട്ടും. അപ്പം എക്കണോമിക്സ് നമ്മൾ എന്താണെങ്കിലും ഒരു ടോപ്പിക്ക് പോലും വിടാതെ പഠിക്കേണ്ട സബ്ജക്റ്റാണ്. എഗെയിൻ ഇതിനകത്ത് തന്നെ നമുക്കറിയാം 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ്, ന്യൂ എക്കണോമിക് പോളിസി, അങ്ങനെ RBI, അങ്ങനെ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട് എക്കണോമിക്സിന്. അത് കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ എല്ലാ ടോപ്പിക്സും എക്കണോമിക്സ് കവർ ചെയ്യണം. ബിക്കോസ് 5 മാർക്ക് മേടിക്കാൻ എളുപ്പമാണ്. എഗെയിൻ സിവിക്സ് ആണെങ്കിലും നമുക്ക് കമ്പയറിങ് ടു ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി വളരെ ചെറിയ സിലബസിൽ നമുക്ക് 5 മാർക്ക് കിട്ടും. അപ്പം നമ്മൾ സിവിക്സും അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷനും. നമ്മൾ ഇത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് 5 മാർക്ക് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നണ എല്ലാവർക്കും പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന്. അപ്പം എക്കണോമിക്സിനാണേലും സിവിക്സിനാണേലും കോൺസ്റ്റിറ്റ്യൂഷനാണേലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും കമ്പയറിങ് ടു ഹിസ്റ്ററി, ജോഗ്രഫി വളരെ കുറച്ച് സിലബസാണ് ഉള്ളത്. പക്ഷെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. അടുത്തത് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ. അത് 10 മാർക്കോളം ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ബോറിംഗ് ആയിട്ടുള്ളൊരു ഏരിയയാണിത്. പക്ഷേ ഇത്തവണ ഞാൻ പഠിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇതിലും നമ്മൾ പ്രീവിയസ് ഇയർ ട്രെൻഡ് മനസ്സിലാക്കി പ്രീവിയസ് ഇയർ നമ്മളോട് ചോദിച്ചിരിക്കുന്ന അതിൻ്റെ ഒരു പാറ്റേൺ വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്താണ് കമ്പ്യൂട്ടർ സയൻസ്. കമ്പ്യൂട്ടർ സയൻസ് അഗെയിൻ നമുക്ക് 5 മാർക്ക് കിട്ടാൻ എളുപ്പമുള്ള ഒരു ഏരിയയാണ്. അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് 5 മാർക്കും മേടിക്കാം. അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജി. എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി സയൻസ് ആൻഡ് ടെക്നോളജി സാധാരണ നമ്മൾ PSCക്ക് പഠിക്കുന്ന പോലത്തെ ഒരു സിലബസ് അല്ല തന്നിരിക്കുന്നത്. ഞാൻ പൊതുവെ ഇത് PYQൻ്റെ ഹെൽപ്പോടെയാണ് പഠിക്കാറ്. എനിക്ക് അത്ര ഇൻപുട്ട് ഔട്ട്പുട്ട് റേഷ്യോ തോന്നാറില്ല. അടുത്തത് സിമ്പിൾ അരിത്തമാറ്റിക്, മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്. അത് 20 മാർക്കാണുള്ളത്. അതുപോലെ ജനറൽ ഇംഗ്ലീഷ് 20 മാർക്കാണുള്ളത്. അതുപോലെ മലയാളം 10 മാർക്ക്. അപ്പം നമുക്കറിയാം ഈ പേപ്പറിൻ്റെ ഏതാണ്ട് ഒരു 50 മാർക്കോളം മാത്സും ഇംഗ്ലീഷും മലയാളമായിട്ട് വരുന്നുണ്ട്. നമ്മൾ അതിൻ്റെ തന്നെ പ്രാധാന്യം അതിന് കൊടുത്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോരുത്തരുടെ നമ്മൾ സ്വയം നമുക്ക് എന്തുമാത്രം ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുവാണെങ്കിൽ ജനറലി PYQs നമ്മൾ വെച്ച് നല്ലപോലെ പഠിക്കുവാണെങ്കിൽ മലയാളം മിക്കവാറും റിപ്പീറ്റഡ് ആണ്. കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കുന്നത്. അപ്പോൾ മലയാളത്തിന് 10 മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ മാത്സിനാണെങ്കിൽ നമുക്ക് 20 മേടിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു മെയിൻസ് പെർസ്പെക്റ്റീവിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു 15 മാർക്കെങ്കിലും കിട്ടിയാലേ കാര്യമുള്ളൂ. ഇപ്പോൾ പ്രിലിംസൊക്കെ പാസ്സാവാൻ കുഴപ്പമില്ല. കാരണം പ്രിലിംസ് ഇപ്പോൾ നമുക്കൊരു 50 മാർക്കോ അതിൽ കൂടുതലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് പ്രിലിംസ് പാസ്സാകാൻ പറ്റും. കാരണം കഴിഞ്ഞ തവണ പോലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് എനിക്ക് തോന്നുന്നു 46 മാർക്കായിരുന്നെന്ന്.
പിന്നെ ഇതിനേക്കാളും എല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഉപകാരം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ടോപ്പിക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഇപ്പോൾ ഒരു ഉത്തരം തെറ്റിപ്പോവാണെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റിപ്പോയി? നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തെറ്റിപ്പോയതാണോ? നമ്മൾ പഠിച്ചിട്ട് മറന്നു പോയതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഏരിയയിൽ കൂടുതൽ റിവിഷൻ വേണമെന്ന് മനസ്സിലാവും. നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണെങ്കിൽ നമ്മൾ ഏത് ഏരിയയാണ് കൂടുതൽ